കുഞ്ഞിമാളുവിന് കുഞ്ഞിക്കണ്ണൻ്റെ സന്നിധിയിൽ വെച്ചിട്ടുള്ള ചോറൂണാണെന്ന്. അപ്പോൾ വിശേഷങ്ങൾ കാണാം. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ഈ ഗുരുവായൂർ എത്തിയിട്ട് അതായത് നമ്മളിങ്ങനെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അത് വല്ലാത്തൊരു പോസിറ്റീവാണ്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു ഏട്ടൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇല്ലാത്തത് വല്ലാത്തൊരു മിസ്സിങ് ആയിട്ട് തോന്നിയ സമയത്ത് അപ്പോൾ അതേ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഫോണൊക്കെ കൈ കിട്ടി. അപ്പം ഇനി അടുത്ത പരിപാടി ഫോട്ടോസ് വീഡിയോസ്. ഇത് ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതായത് നല്ല വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയത് ചായ കുടിക്കാനാണ്. അതിൻ്റെ ഇടയിൽ ഇത് 2 പേരും കൂടി ക്യാമറയിലേക്ക് തള്ളി കയറി വരുന്നുണ്ട്. വിളിച്ചാൽ വരില്ല, പക്ഷെ ഇങ്ങനെയാണെങ്കിൽ വേഗം വരും. അങ്ങനെ അതെ ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരണ്ടേ. അങ്ങനെ അതെ എല്ലാവരും പെറുക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചായ കുടിക്കാനാണ്. അളിയനും നാത്തൂനും എന്തോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ അതെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ചാവക്കാട് ബീച്ചിലേക്കാണ്. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വെച്ചിട്ട് പോയതാണ്. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും ബീച്ചല്ലേ, എത്ര കണ്ടാലും മടുക്കാത്ത സാധനമാണത്രേ ഈ ബീച്ചും. അതേപോലെ നമ്മുടെ ആന എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടത് മാത്രമല്ല, എനിക്ക് അങ്ങനെയാണ്. കാരണം ആനയും ബീച്ചും എന്നും കൗതുകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. പക്ഷേ ഇതേ ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത്, അതിൻ്റെ ഒരു കൗതുകം ഉണ്ടാവന്. അങ്ങനത്തെ നമ്മളവിടെ കുറച്ചേരൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പോരണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.